ഗുഡ് മോർണിംഗ് ആൾ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെറിവേഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഗാമ. തെറ്റരുത്, ട്രാൻസ്മിഷൻ ലൈനിലും ഞാൻ ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം നൊട്ടേഷനാണ്, ഈ സെയിം നൊട്ടേഷൻ ഈ ഗാമ സ്ക്വയർ ഈ സെയിം നൊട്ടേഷൻ തന്നെയാണ് അതിലും. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഗാമ പറയുവാണെങ്കിൽ അതിൻ്റെ കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, കണ്ടക്റ്റൻസ്, ഇൻഡക്റ്റൻസ്. നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സൊക്കെ തന്നിട്ടായിരിക്കും പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ല, ഈ പാരാമീറ്റേഴ്സ് ഒന്നും തന്നിട്ടില്ല, പകരം നിങ്ങൾക്ക് കണ്ടക്ടിവിറ്റി, ഒമേഗ അങ്ങനത്തെ ടേംസൊക്കെ തരുന്നതെങ്കിൽ ഈ ഗാമ സ്ക്വയർ വെച്ചാണ്, ഈ ഗാമയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് മൊഡ്യൂൾ 4. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ക്ലാസ്സിലുള്ളവർക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇട്ടിരുന്ന ഗാമ സ്ക്വയർ ഡെൽ സ്ക്വയർ ഇ മൈനസ് ഗാമ സ്ക്വയർ ഇ ഈക്വൽ ടു 0. നമ്മളൊരു ഓക്സിലറി ഇക്വേഷൻ അല്ല എഴുതിയതൊക്കെ ക്ലാസ്സിലുള്ളവരും അല്ലെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വേവ് പ്രൊപ്പഗേഷൻ്റെ ഫേസർ ഫോം നോക്കിയാൽ മതി. ഇത് വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടേമിൽ ഗാമ സ്ക്വയർ കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യുക? ഈ ഗാമ സ്ക്വയറിനെ ഇവിടോട്ടിട്ടാൽ എന്ത് വരും? നമുക്ക് ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ എന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ സ്ക്വയർ മാറ്റണമെങ്കിൽ റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആൾജിബ്രൈക്ക് ഫോം ആണല്ലോ. നമുക്കറിയാം ഗാമ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ ആണല്ലോ. ട്രാൻസ്മിഷൻ ലൈനും ഇത് തന്നെ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യണമല്ലോ, എന്നാലല്ലേ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടുകയുള്ളൂ. നമ്മൾ രണ്ട് സൈഡും ഇവിടെയും എന്താണ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്താണ്? ഗാമ സ്ക്വയർ ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുന്നേരം ആൽഫ സ്ക്വയർ പ്ലസ് ജെ ആൽഫ ബീറ്റ ഈക്വൽ ടു എന്താണ്? ഈ ഗാമ സ്ക്വയർ ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണല്ലോ. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നേരം റിയൽ പാർട്ട് എന്ന് പറയുന്നേരം ഏതാണ്? ഇതിൻ്റെ അകത്ത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അതിൻ്റെ അകത്ത് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ജെ മൾട്ടിപ്ലൈ ചെയ്യുന്നേരം ജെ കമ്പണൻറ്റ് വരും, ഇവിടെ വരുന്നേരം ജെ സ്ക്വയർ -1. അപ്പം മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ ഇൻറ്റു സിഗ്മ, അതാണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് 2 ആൽഫ ബീറ്റ ഈക്വൽ ടു മ്യൂ ഒമേഗ സിഗ്മ വരുന്നത്. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഇതിൽ നിന്ന് നമുക്ക് ആൽഫയും ബീറ്റയും ആണ് കിട്ടേണ്ടത്. എന്നാലല്ലേ നമുക്ക് ആൽഫ വാല്യൂ എന്തോ ബീറ്റ വാല്യൂ എന്തോ എന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിന് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കിതറിയാം. ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതാണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ആണല്ലോ. കാരണം ഈ സെയിം ആയിട്ടല്ലേ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നേരം 2 ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ വരും. മറ്റേത് ആൽഫ 4 അത് തന്നെ വരും. അതിൻ്റെ റൂട്ട് വരുന്നേരം ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ. മറ്റേ ഇവിടെ 2 വരുന്നതിൻ്റെ അകത്ത് ഈ +2 -4 കൂടെ വരുന്നേരം എന്താ വരിക? +4 -2 കൂടെ വരുന്നേരം -2 ആണ് വരുന്നത്. അതറിയാമല്ലോ ഇക്വേഷൻ ഇത്. ഓക്കെ, അപ്പം അതിന് ചെയ്തേക്കുന്നതാണ്. നോക്ക്, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, അതിനെ ഹോൾ സ്ക്വയർ ചെയ്യുന്നേരം നമുക്കറിയാം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച മൈനസ് ഗാമ സ്ക്വയർ മ്യൂ സിഗ്മ ഹോൾ സ്ക്വയറാണ്. ഇതിനെ നമ്മുടെ ഇക്വേഷൻ 1ഉം 2ഉം രണ്ടും സ്ക്വയർ ചെയ്തേക്കുക. ഈ രണ്ടും വരും. എന്നിട്ട് നമ്മുടെ തൊട്ട് നേരത്തെ കാണിച്ചൊരു പുതിയ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കാണിച്ച ഇക്വേഷൻ്റെ അകത്ത്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ എന്താണ് വരിക? റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ മൈനസ് ഓക്കെ, ആൽഫ സ്ക്വയർ കാണാമോ നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പോൾ കാണാമോ? ഓക്കെ, അപ്പോൾ ഇത് വരുന്നേരം ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ പ്ലസ് 4 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇത് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടേമാണ് അതാണ് എഴുതിയിരിക്കുന്നത്. 2 ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ തന്നെയല്ലേ 4 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ, അതിൽ ഈ ടേം കിട്ടും. അപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഇതിനെ പിന്നെ സ്ക്വയർ ചെയ്ത് ഈ റൂട്ട് മാറി കിട്ടുമല്ലോ, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ആ റൂട്ട് മാറ്റി അത് കഴിയുന്നേരം നമുക്ക് ഇത് മാത്രം കിട്ടുമല്ലോ, ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മാറ്റണമെങ്കിൽ റൂട്ട് ഓഫ് ഈ ടേം മൈനസ് ഈ ടേം അല്ലേ, അതാണ് ഇവിടെ നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 തന്നെ, സെയിം ആസ് ഇക്വേഷൻ നമ്പർ 1. 4ഉം 1ഉം സെയിം ഇക്വേഷനാണ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് സോൾവ് ചെയ്തല്ലോ, ആൽഫ സ്ക്വയറും കിട്ടും ബീറ്റ സ്ക്വയറും കിട്ടുമല്ലോ. അത് സോൾവ് ചെയ്തതാണ് ഈ അടുത്ത സ്റ്റെപ്പുകൾ എഴുതിയ. അപ്പോൾ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ, ആൽഫ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ മ്യൂ സിഗ്മ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ്, മറ്റേത് ഹോൾ റൂട്ടാണ്. ഇനി വരുന്നതിൻ്റെ അകത്ത് ഈ ഒരു റൂട്ട്, ഈ ഒരു ടേമിൽ മാത്രമേ ഉള്ളൂ റൂട്ട് 1 പ്ലസ് സിഗ്മ സ്ക്വയർ മ്യൂ എപ്സിലോൺ സ്ക്വയർ മൈനസ് 1 ഹോൾ റൂട്ടുണ്ട്. പിന്നെ ഈ ഒരു ടേമിന് മാത്രമാണ് റൂട്ട്. ഇതായിരിക്കും ആൽഫ. ബീറ്റ ഈ സെയിം ഇത് ഇവിടെ -1ന് പകരം +1 ആയിരിക്കും. ഓക്കെ, താങ്ക് യു.